ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫിനോൾസിൻ്റെ റിയാക്ഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഫിനോളിലെ C6H5 ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഓക്സിജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ C6H5 ഗ്രൂപ്പ് വിഡ്രോ ചെയ്യുന്നു. ഫിനോളിന് വേരിയസ് റിസണൻസ് ഫോംസ് പോസിബിൾ ആണ്. ആ റിസണൻസ് ഫോം പരിശോധിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ഫിനോളിൻ്റെ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫിനോൾ സാധാരണ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് തരുന്നത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഫിനോളിൻ്റെ ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതിൽ ആദ്യം നൈട്രേഷൻ. ഫിനോളിനെ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഫിനോളിൻ്റെ ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷൻസിൽ നൈട്രോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. നമുക്ക് ലഭിക്കുന്നത് ഓർത്തോ ആൻഡ് പാരാ നൈട്രോ ഫിനോളിൻ്റെ ഒരു മിക്സ്ചറാണ്. ഫിനോളിനെ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഓർത്തോ നൈട്രോ ഫിനോളിൻ്റെയും പാരാ നൈട്രോ ഫിനോളിൻ്റെയും ഒരു മിക്സ്ചറാണ് പ്രോഡക്റ്റായി ലഭിക്കുന്നത്. സോ ഓർത്തോ നൈട്രോ ഫീനോൾ. ഇതാണ് ഓർത്തോ പൊസിഷൻ. അവിടെ നൈട്രോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പ്ലസ് പാരാ നൈട്രോ ഫീനോൾ. ഇതാണ് പാരാ പൊസിഷൻ. NO2 ഗ്രൂപ്പ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഫിനോളിനെ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഓർത്തോ നൈട്രോ ഫിനോളിൻ്റെയും പാരാ നൈട്രോ ഫിനോളിൻ്റെയും ഒരു മിക്സ്ചറാണ് ലഭിക്കുന്നത്. എന്നാൽ ഫിനോളിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. നമുക്ക് ലഭിക്കുന്നത് 2,4,6 ട്രൈ നൈട്രോ ഫിനോളാണ്. ഫിനോളിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായി ആണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ എല്ലാ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസിലും നൈട്രോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓർത്തോ പൊസിഷനിൽ NO2 ഗ്രൂപ്പ്, പാരാ പൊസിഷനിൽ NO2 ഗ്രൂപ്പ്, അടുത്ത ഓർത്തോ പൊസിഷനിലും NO2 ഗ്രൂപ്പ്. ഈ കോമ്പൗണ്ടിൻ്റെ പേര് 2,4,6 ട്രൈ നൈട്രോ ഫീനോൾ എന്നാണ്. ഇത് കോമൺ ആയി അറിയപ്പെടുന്നത് പിക്രിക് ആസിഡ് എന്ന പേരിലാണ്. പിക്രിക് ആസിഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. റിയാക്ഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫിനോളിനെ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഓർത്തോ നൈട്രോ ഫിനോളിൻ്റെയും പാരാ നൈട്രോ ഫിനോളിൻ്റെയും ഒരു മിക്സ്ചറാണ് ലഭിക്കുന്നത്. എന്നാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുകയാണ് എങ്കിൽ 2,4,6 ട്രൈ നൈട്രോ ഫീനോൾ അഥവാ പിക്രിക് ആസിഡാണ് ലഭിക്കുന്നത്. ഇവിടെ പ്രോഡക്റ്റിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. നമ്മൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന് പകരം നൈട്രേറ്റ് മിക്സ്ചർ അഥവാ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സ്ചറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാകും. ഫിനോളിനെ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഓർത്തോ നൈട്രോ ഫിനോളിൻ്റെയും പാരാ നൈട്രോ ഫിനോളിൻ്റെയും മിക്സ്ചർ ഈസിയായി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓർത്തോ നൈട്രോ ഫിനോളിൽ ഇവിടെ ഓക്സിജൻ ആറ്റത്തോട് ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇവിടെ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതേസമയം പാരാ നൈട്രോ ഫിനോളിൽ രണ്ട് ഡിഫറെൻ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നാൽ രണ്ട് ഡിഫറെൻ്റ് മോളിക്യൂൾസിനെ ഒരുമിച്ച് നിർത്തുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതിനാൽ ആ അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള
പാരാനൈട്രോഫിനോളിന് ഓർത്തോനൈട്രോഫിനോളിനെ അപേക്ഷിച്ച് ഉയർന്ന ബോയിലിംഗ് പോയിന്റ് കാണും. അതായത് പാരാനൈട്രോഫിനോൾ ലെസ് വോളറ്റൈലാണ്. അതേസമയം ഓർത്തോനൈട്രോഫിനോളിൽ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങേ ഉള്ളൂ, അതുകൊണ്ട് അത് മോർ വോളറ്റൈലാണ്. സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി ഓർത്തോനൈട്രോഫിനോളിനെ ഈസിയായി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഫിനോളിനെ ബ്രോമിനേഷന് വിധേയമാക്കുകയാണ് എങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് പ്രോഡക്റ്റാണ് കിട്ടുന്നത്. ഫിനോളിനെ ബ്രോമിനേഷന് വിധേയമാക്കുകയാണ് എങ്കിൽ നമുക്ക് ബ്രോമോഫിനോളാണ് പ്രോഡക്റ്റായി ലഭിക്കുന്നത്. ബ്രോമിനേഷൻ നടത്താനായി ഒരു നോൺ പോളാർ സോൾവെൻറ്റ് കാർബൺ ഡൈ സൾഫൈഡോ അല്ലെങ്കിൽ ക്ലോറോഫോമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർത്തോ ബ്രോമോഫിനോളിൻ്റെയും പാരാബ്രോമോഫിനോളിൻ്റെയും ഒരു മിക്സ്ചറാണ് ലഭിക്കുന്നത്. എന്നാൽ ഒരു പോളാർ സോൾവെൻറ്റ് എക്സാമ്പിളായി വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2,4,6 ട്രൈബ്രോമോ ഫിനോളാണ് ലഭിക്കുന്നത്. ഫിനോളിനെ ബ്രോമിനേഷന് വിധേയമാക്കുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് ഒരു നോൺ പോളാർ സോൾവെൻ്റ് ആണ്. ഒന്നുകിൽ കാർബൺ ടെട്രാക്ലോറൈഡ്, അതല്ലെങ്കിൽ കാർബൺ ഡൈ സൾഫൈഡ്, അതല്ലെങ്കിൽ ക്ലോറോഫോം. അങ്ങനെ ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓർത്തോ ബ്രോമോ ഫിനോളിൻ്റെയും പാരാബ്രോമോ ഫിനോളിൻ്റെയും ഒരു മിക്സ്ചറാണ് ലഭിക്കുന്നത്. ഇവിടെ സോൾവെൻ്റായി യൂസ് ചെയ്യുന്നത് ഒരു പോളാർ സോൾവെൻറ്റ്, വാട്ടറാണ് സോൾവെൻ്റായി യൂസ് ചെയ്യുന്നതെങ്കിൽ, ബ്രോമിൻ വാട്ടറാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ് 2,4,6 ട്രൈബ്രോമോ ഫിനോള്. ഇതൊരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റായി അപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഫിനോളിനെ ബ്രോമിനേഷൻ നടത്തുകയാണ് എങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ബ്രോമോ പ്രോഡക്ട്സ് കിട്ടുന്നു. ബ്രോമിനേഷൻ നടത്തുന്നത് ഒരു നോൺ പോളാർ സോൾവെൻറ്റിൽ, അതായത് കാർബൺ ടെട്രാക്ലോറൈഡോ കാർബൺ ഡൈ സൾഫൈഡോ അല്ലെങ്കിൽ ക്ലോറോഫോമോ ആണ് സോൾവെൻ്റായി യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർത്തോ ബ്രോമോ ഫിനോളിൻ്റെയും പാരാബ്രോമോ ഫിനോളിൻ്റെയും ഒരു മിക്സ്ചർ ലഭിക്കുന്നു. എന്നാൽ ഒരു പോളാർ സോൾവെൻറ്റിലാണ് ബ്രോമിനേഷൻ നടത്തുന്നതെങ്കിൽ, അതായത് ബ്രോമിൻ വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2,4,6 ട്രൈബ്രോമോ ഫിനോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റായി ഒബ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഫിനോളിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് നെയിം റിയാക്ഷൻസ് ആണ്: കോട്സ് റിയാക്ഷൻ ആൻഡ് റീമർ ടീമൻ റിയാക്ഷൻ. കോട്സ് റിയാക്ഷനിൽ ഫിനോളിനെ NaOH-മായി ട്രീറ്റ് ചെയ്യുന്നു. അവിടെ സോഡിയം ഫീനോക്സൈഡ് കിട്ടും. സോഡിയം ഫീനോക്സൈഡ് ഫിനോളിനേക്കാൾ ഉപരിയായി ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ ഫേവർ ചെയ്യുന്നു. അതിനുശേഷം കാർബൺ ഡയോക്സൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. ദെൻ അസിഡിഫൈ ചെയ്താൽ ഫിനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ COOH ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ റിയാക്ഷനാണ് കോൾസ് റിയാക്ഷൻ. ഫിനോളിനെ NaOH-മായി ട്രീറ്റ് ചെയ്യുന്നു. ദെൻ കാർബൺ ഡയോക്സൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അസിഡിഫൈ ചെയ്താൽ ഫിനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ COOH ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓർത്തോ പൊസിഷനിൽ COOH. ഈ റിയാക്ഷനെയാണ് കോട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് NaOH, കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓൺ അസിഡിഫിക്കേഷൻ ഗീവ്സ് ദ പ്രോഡക്റ്റ്. ഇവിടെ കാർബോക്സിലിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ്, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡാണ് അവിടെ പ്രോഡക്റ്റായി ലഭിക്കുന്നത്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. ഇത് കോമൺ ആയി അറിയപ്പെടുന്നത് സാലിസിലിക് ആസിഡ് എന്നാണ്. ഫിനോളിനെ സാലിസിലിക് ആസിഡ് അഥവാ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡായി മാറ്റുന്ന റിയാക്ഷനാണ് കോട്സ് റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത് റീമർ ടീമൻ റിയാക്ഷനാണ്. ഇവിടെ ഫിനോളിനെ ക്ലോറോഫോമുമായി NaOH-ന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അസിഡിഫിക്കേഷൻ നടത്തുകയാണ് എങ്കിൽ ഫിനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ CHO ഗ്രൂപ്പ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. That reaction is called Reamer-Tiemann reaction. Phenol is treated with chloroform in presence of NaOH. Then on acidification,
ഫിനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ CHO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതിനെ നമ്മൾ ബെൻസാൾഡിഹൈഡിൻ്റെ ഡെറിവേറ്റീവായിട്ടാണ് പരിഗണിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡാണ് അവിടെ പ്രോഡക്റ്റായി ലഭിക്കുന്നത്. ഇത് കോമണായി അറിയപ്പെടുന്നത് സാലിസിലാൾഡിഹൈഡ് എന്നാണ്. ഫിനോളിനെ ക്ലോറോഫോമും NaOH ട്രീറ്റ് ചെയ്തതിന് ശേഷം അസിഡിഫൈ ചെയ്താൽ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് അഥവാ സാലിസിലാൾഡിഹൈഡ് നമുക്ക് പ്രോഡക്റ്റായി ലഭിക്കുന്നു. ആ റിയാക്ഷനാണ് റീമർ ടീമൻ റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ഫിനോളിനെ സിങ്ക് ഡസ്റ്റ് ചേർത്ത് ഹീറ്റ് ചെയ്താൽ ബെൻസീനാണ് നമുക്ക് പ്രോഡക്റ്റ് ലഭിക്കുന്നത്. ഫിനോൾ വെൻ ഹീറ്റഡ് വിത്ത് സിങ്ക് ഡസ്റ്റ് ബെൻസീൻ ഈസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് പ്ലസ് സിങ്ക് ഓക്സൈഡ്. ഫിനോളിലെ CO ബോണ്ട് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് പോലാണ്. ഇത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഈ ഒരു പ്രത്യേക എക്സാമ്പിളിൽ മാത്രമാണ് ഫിനോളിലെ CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. അതേസമയം ആൽക്കഹോളിൻ്റെ റിയാക്ഷനിൽ നമ്മൾ കണ്ടിരുന്നു CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന ഡീഹൈഡ്രേഷൻ അതുപോലെ ഓക്സിഡേഷൻ പോലുള്ള റിയാക്ഷൻസ് പോസിബിളാണ്. സിങ്ക് ഡസ്റ്റ് ചേർത്ത് ഹീറ്റ് ചെയ്താൽ മാത്രമാണ് ഫിനോളിലെ CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. സോ സിങ്ക് ഡസ്റ്റ് ചേർത്ത് ഹീറ്റ് ചെയ്താൽ ബെൻസീൻ പ്രോഡക്റ്റായി ലഭിക്കുന്നതും. നെക്സ്റ്റ് ഓക്സിഡേഷൻ. ഫിനോളിനെ ഓക്സിഡേഷൻ നടത്തുന്നതിനെ ഉപയോഗിക്കുന്നത് ക്രോമിക് ആസിഡാണ്. ക്രോമിക് ആസിഡ് എന്നാൽ സോഡിയം ഡൈക്രോമേറ്റിൻ്റെയും സൾഫ്യൂരിക് ആസിഡിൻ്റെയും ഒരു മിക്സ്ചറാണ്. Na2Cr2O7 ആൻഡ് H2SO4. ക്രോമിക് ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ നമുക്കൊരു കോൺജുഗേറ്റഡ് ഡൈകീറ്റോൺ ബെൻസോ ക്യൂനോൺ ആണ് പ്രോഡക്റ്റായി ലഭിക്കുന്നത്. ഫീനോൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷന് വിധേയമായാലും ബെൻസോ ക്യൂനോൺ ആണ് പ്രോഡക്റ്റായി കിട്ടുന്നത്. അതുകൊണ്ട് അതിന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഉണ്ടായിരിക്കും. കൊമേഴ്സ്യലി ഇമ്പോർട്ടൻ്റ് ആയ 2 ആൽക്കഹോളുകളാണ് നമുക്ക് അടുത്തായി പഠിക്കാനുള്ളത്, മെഥനോൾ ആൻഡ് എഥനോൾ. മെഥനോൾ CH3OH ഇത് വുഡ് സ്പിരിറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് തടിയുടെ ഡിസ്റ്റിലേഷൻ വഴിയാണ് ആദ്യകാലത്ത് മെഥനോൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇത് നല്ല ഒരു സോൾവൻ്റാണ്. പെയിൻറ്റ് അതുപോലെ വാർണിഷ് ഇൻഡസ്ട്രിയിലാണ് ഇത് പ്രധാനമായും സോൾവൻ്റായി യൂസ് ചെയ്യുന്നത്. ഫോർമാൽഡിഹൈഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി മെഥനോൾ യൂസ് ചെയ്യാറുണ്ട്. കാർബൺ മോണോ ഓക്സൈഡിൻ്റെ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ വഴിയാണ് ഇൻഡസ്ട്രിയലായി മെഥനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാർബൺ മോണോ ഓക്സൈഡിൻ്റെ ഹൈഡ്രോജനേഷൻ CO+2H2 ഇത് ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടത്തുന്നത്. സിങ്ക് ഓക്സൈഡ് ക്രോമസ് ഓക്സൈഡ് മിക്സ്ചറിൻ്റെ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചർ 573 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് നിയർലി 200 അറ്റ്മോസ്ഫിയർ പ്രഷർ. സോ പ്രോഡക്റ്റ് CH3OH ആണ്. പ്രൊഡക്ഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. കാർബൺ മോണോക്സൈഡിൻ്റെ കാറ്റലൈസ്ഡ് ഹൈഡ്രോജനേഷൻ വഴിയാണ് മെഥനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓർ ബൈ ട്രീറ്റിംഗ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ഓക്സൈഡ് ക്രോമസ് ഓക്സൈഡ് കാറ്റലിസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. മെഥനോൾ എന്നത് ഒരു പോയിസണസ് ആയ ആൽക്കഹോളാണ്. സ്മോൾ എമൗണ്ട് നമ്മുടെ ബോഡിയിൽ എത്തിയാൽ പോലും അത് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകും. അതിൻ്റെ അളവ് കൂടിയാൽ അത് ഡെത്തിലേക്ക് ലീഡ് ചെയ്യും. എഥനോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ CH3CH2OH എന്നാണ് ഫോമുല. ഇത് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് മുന്തിരിയുടെ ഫെർമെൻറ്റേഷൻ വഴിയാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻഡസ്ട്രിയലി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആൽക്കഹോളാണ് എഥനോൾ. ഇതും നല്ല ഒരു സോൾവൻ്റ് ആണ്.
ബിവറേജായി യൂസ് ചെയ്യുന്നതും ഈഥൈൽ ആൽക്കഹോളാണ്. ഇത് പ്രധാനമായും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷുഗർ സൊല്യൂഷൻ്റെ ഫെർമെൻറ്റേഷൻ വഴിയാണ്. ഷുഗർ സൊല്യൂഷനിൽ ഈസ്റ്റ് ആഡ് ചെയ്യുന്നു. ഈസ്റ്റിലുള്ള 2 എൻസൈംസ് ഇൻവെർട്ടേസും സൈമേസുമാണ് ഷുഗറിനെ ആൽക്കഹോളാക്കി മാറ്റുന്നത്. ഷുഗർ സൊല്യൂഷന് പകരം ഷുഗർ ഇൻഡസ്ട്രിയിൽ ഷുഗർ വേർതിരിച്ചതിന് ശേഷം കിട്ടുന്ന മൊളാസിസിൽ നിന്നോ അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയ ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെയോ ഫെർമെൻറ്റേഷൻ വഴി നമുക്ക് ഈഥൈൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ആദ്യം ഷുഗർ സൊല്യൂഷനിൽ നിന്ന് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ഷുഗർ ഫോർമുല C12H22O11 ആണ്. ഇത് കെയിൻ ഷുഗർ അഥവാ സൂക്രോസ് ആണ്. ഷുഗർ സൊല്യൂഷനിൽ ഈസ്റ്റ് ആഡ് ചെയ്യുന്നു. ഈസ്റ്റിൽ 2 എൻസൈംസ് ഉണ്ട്, ഇൻവെർട്ടേസും സൈമേസും. ഇൻവെർട്ടേസ് ആണ് ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നത്. ഗ്ലൂക്കോസ് C6H12O6 ആണ്. ഫ്രക്ടോസ് ഇതിൻ്റെ ഐസോമറാണ് C6H12O6. ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും സൈമേസ് എന്ന എൻസൈമാണ് എഥനോളാക്കി മാറ്റുന്നത്. CH3CH2OH പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഷുഗർ സൊല്യൂഷൻ്റെ ഫെർമെൻറ്റേഷൻ വഴി ലഭിക്കുന്നത് നിയർലി 10% കോൺസെൻട്രേഷനുള്ള ആൽക്കഹോളാണ്. ഇത് വാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഡിസ്റ്റിലേഷൻ വഴി ഇതിലെ വാട്ടറിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനായി സാധിക്കും. ഇൻഡസ്ട്രിയലി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈഥൈൽ ആൽക്കഹോൾ പലപ്പോഴും ബിവറേജായി ആളുകൾ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഡസ്ട്രിയലായി ഉപയോഗിക്കുന്ന ആൽക്കഹോളിൽ ഏതെങ്കിലും പോയിസണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്യാറുണ്ട്. പിരിഡിനോ അതല്ലെങ്കിൽ മെഥനോളോ ആണ് ആഡ് ചെയ്യുന്നത്. അത് തിരിച്ചറിയുന്നതിനായി കളറുള്ള സബ്സ്റ്റൻസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്പം ആഡ് ചെയ്യുന്നു. അങ്ങനെ ഇൻഡസ്ട്രിയലായി യൂസ് ചെയ്യുന്ന ആ ആൽക്കഹോളിനെ ഡ്രിങ്കിങ്ങിന് അൺഫിറ്റ് ആക്കുന്ന ആ പ്രോസസ്സിനെ ഡീനേച്ചറേഷൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന ആൽക്കഹോൾ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മെഥനോൾ ആണ് പോയിസണായി ചേർക്കുന്നതെങ്കിൽ അതറിയപ്പെടുന്നത് മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്നാണ്. ആൽക്കഹോളുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ശ്രദ്ധിക്കാം. Give the products when each of the following alcohol reacts with HCl single chloride mixture, HBr, then thionyl chloride. താഴെ തന്നിരിക്കുന്ന ആൽക്കഹോൾസ് ഈ റിയാക്റ്റൻസുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പ്രോഡക്റ്റാണ് കിട്ടുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് ബ്യൂട്ടൻ 1 ഓൾ. നമ്മൾ ആദ്യം ബ്യൂട്ടൻ 1 ഓളിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണ് വേണ്ടത്. ബ്യൂട്ടൻ എന്ന് പറയുമ്പോൾ 4 കാർബണാറ്റമാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് കാർബണാറ്റത്തിൽ OH, റിമൈനിങ് പൊസിഷൻ ഹൈഡ്രജൻ ഇട്ട് ബാലൻസി പൂർത്തിയാക്കുക. CH3, CH2, 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 OH. It is treated with HCl and zinc chloride mixture. നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും മിക്സർ ലൂക്കാസ് റിയേജൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. തന്നിരിക്കുന്ന ആൽക്കഹോൾ അത് ഒരു പ്രൈമറി ആൽക്കഹോളാണ്. പ്രൈമറി ആൽക്കഹോൾ റൂം ടെമ്പറേച്ചറിൽ ലൂക്കാസ് റിയേജൻറ്റുമായി റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യില്ല, അല്ലെങ്കിൽ നോ ടർബിഡിറ്റി ഈസ് ഒബ്സർവ്ഡ്. നമുക്കവിടെ ടർബിഡിറ്റി കാണാനായി സാധിക്കുകയില്ല. ഉയർന്ന ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താൽ മാത്രമേ അവിടെ ടർബിഡിറ്റി ഒബ്സർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്കവിടെ എഴുതേണ്ടത് നോ ടർബിഡിറ്റി ഈസ് ഒബ്സർവ്ഡ് ബിക്കോസ് ദ ഗിവൺ ആൽക്കഹോൾ ഈസ് എ പ്രൈമറി ആൽക്കഹോൾ. സെക്കൻഡ് കോമ്പൗണ്ട് 2-methyl butane 2 ഓൾ. ബ്യൂട്ടൻ 4 കാർബണാറ്റമാണ് ഉള്ളത്. പൊസിഷൻ നമ്പർ ഇടുക 1, 2, 3, 4.
2 പൊസിഷനിൽ ആൽക്കഹോളിക് ഗ്രൂപ്പ് OH, ഒപ്പം തന്നെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ CH3 ഗ്രൂപ്പും ഉണ്ട്. റിമൈനിങ് വാലൻസീസ് പൂർത്തിയാക്കുക. CH3, CH2, CH3OH, CH3. നമുക്ക് കാണാൻ പറ്റും ഇതൊരു ടേർഷറി ആൽക്കഹോളാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബൺ ആറ്റം 3 അതർ കാർബൺ ആറ്റംസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഒരു ടേർഷറി ആൽക്കഹോളിനെ ലൂക്കാസ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്യുകയാണ് എങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. കാരണം അവിടെ ഈസിയായി ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യും. കിട്ടുന്ന ആൽക്കൈൽ ഹാലൈഡ് CH3, CH2, CH3, CH3, OH ഗ്രൂപ്പ് മാറി അവിടെ ക്ലോറിൻ വരികയാണ് ചെയ്യുന്നത്. സോ നമ്മൾ എഴുതേണ്ട റിസൾട്ട് അവിടെ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ഫോം ചെയ്യുന്നു. ഈ ടെസ്റ്റ് വഴി നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളെ വേർതിരിച്ച് സാധിക്കും. ദെൻ സെക്കൻഡ് റിയാക്റ്റൻ്റ് HBrമായുള്ള റിയാക്ഷനാണ്. നമുക്കറിയാം HBrമായി 2 ആൽക്കഹോളും റിയാക്ട് ചെയ്യും. അവിടെ OH ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്ത് Br വരികയാണ് ചെയ്യുന്നത്. സോ വെൻ ബ്യൂട്ടൻ 1 is treated with HBr, the product obtained is CH3, CH2, 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 Br. ഇവിടെ ടെർഷറി ആൽക്കഹോളാണ്. അവിടെയും OH ഗ്രൂപ്പ് മാറി Br വരും. സോ പ്രോഡക്റ്റ് ഈസ് CH3, CH2, CH3, CH3, Br. നെക്സ്റ്റ് റിയാക്റ്റൻ്റ് തയോണൈൽ ക്ലോറൈഡ്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിരുന്നു. ഇത് ആൽക്കഹോളിനെ തയോണൈൽ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമുക്കവിടെ പ്യുവർ ഫോമിലുള്ള പ്രോഡക്റ്റ് ലഭിക്കും. സോ ഇവിടെ OH റീപ്ലേസ് ചെയ്ത് Cl വരും. കിട്ടുന്ന പ്രോഡക്റ്റ് CH3, CH2, 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 Cl. ഹിയർ OH റീപ്ലേസ് ചെയ്യപ്പെടും. സോ കിട്ടുന്ന പ്രോഡക്റ്റ് CH3, CH2, CH3, CH3, Cl. Next question. Predict the major product of acid catalyzed dehydration of butane 1-ol and 1-methyl cyclohexanol. ആസിഡിൻ്റെ പ്രസൻസിൽ ഡീഹൈഡ്രേഷന് വിധേയമാക്കിയാൽ കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് ഏതാണ് എന്ന് എഴുതണം. നമ്മൾ ആദ്യം റിയാക്റ്റിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്നു. ബ്യൂട്ടൻ 1-ol, CH3, CH2, 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 OH. ആസിഡിൻ്റെ പ്രസൻസിൽ ഡീഹൈഡ്രേഷൻ റിയാക്ഷന് വിധേയമാക്കുന്നു. ഇവിടെ OH ഗ്രൂപ്പും ഇമ്മീഡിയറ്റ് കാർബണാറ്റത്തിലെ H കൂടി വാട്ടറായി റിമൂവ് ചെയ്യപ്പെടും. സോ 1 പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരികയാണ് ചെയ്യുന്നത്. സോ കിട്ടുന്ന പ്രോഡക്റ്റ് CH3, CH2, CH ഡബിൾ ബോണ്ട് CH2. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബ്യൂട്ട് 1-ene ആണ്. രണ്ടാമത്തെ റിയാക്റ്റൻ്റ് 1-methyl cyclohexanol. നമുക്കറിയാം സൈക്ലോഹെക്സൈൻ ഇതാണ്, അത് സൈക്ലോഹെക്സനോളാണ്. സോ OH ഗ്രൂപ്പ് ഉണ്ട്. അതേ പൊസിഷനിൽ തന്നെ മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. അതുകൊണ്ടാണ് 1-methyl cyclohexanol എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിനെ ആസിഡിൻ്റെ പ്രസൻസിൽ ഡീഹൈഡ്രേഷൻ റിയാക്ഷന് വിധേയമാക്കുന്നു. ആസിഡിൻ്റെ പ്രസൻസിൽ ഡീഹൈഡ്രേഷൻ റിയാക്ഷന് വിധേയമാക്കിയാൽ OHും ഇമ്മീഡിയറ്റ് കാർബണാറ്റത്തിലെ ഹൈഡ്രജൻ കൂടി വാട്ടറായി റിമൂവ് ചെയ്യപ്പെടും. സോ ഇതാണ് 1 പൊസിഷൻ. ഒന്നുകിൽ ഇവിടെ നിന്ന് അതല്ലെങ്കിൽ ഇവിടെ നിന്നായിരിക്കും ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുന്നത്. ഒരിക്കലും ടെർമിനൽ കാർബണാറ്റത്തിലെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടില്ല. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ച സെയ്സഫ് റൂള് ഒബേ ചെയ്യുന്ന പ്രോഡക്റ്റാണ് നമുക്ക് ലഭിക്കുന്നത്. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് ദ പ്രോഡക്റ്റ്. സോ OH ഗ്രൂപ്പും 2 പൊസിഷനിലെ ഹൈഡ്രജൻ ആറ്റം കൂടി വാട്ടറായി റിമൂവ് ചെയ്യപ്പെടുന്നു. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൽക്കീൻ.